പരിപാടി എന്താണെന്നറിയോ? നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് ഫ്രൈ പോലെ ഉണ്ടാക്കാവേ. ഫ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രേവി ടൈപ്പ് ഒരു സാധനമാണ്. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും വിചാരിക്കൂല്ലേ ഈ നോയമ്പായിട്ട് റിൻസി എന്താണ് ഈ വെജിറ്റേറിയൻ തന്നെയെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉടനെ തന്നെ നമ്മൾ നോൺ വെജും അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവേ. ഇതിന് നമ്മളെ സെലക്ട് ചെയ്യേണ്ട വഴുതനങ്ങ എന്ന് പറയുന്നത് ചെറുതായിരിക്കണം കേട്ടോ. വീട്ടിൽ ഉണ്ടാകുന്നതാണെങ്കിൽ ആ ചെറിയ പരുവത്തിൽ നമ്മൾ എടുക്കണേ. അതിനാവശ്യമുള്ള സാധനങ്ങള്: സവോള 2 ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തക്കാളിയും ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ മാങ്ങാപ്പൊടിയാണ് കേട്ടോ. മാങ്ങാപ്പൊടി ഇല്ലെങ്കിൽ വാളംപുളി എടുത്താൽ മതി. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞെടുത്താൽ മതിയെ. പിന്നെ വേണ്ടത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടി, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഇതൊക്കെ തന്നെ മതിയെ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. ആദ്യം തന്നെ നമുക്ക് ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് 4ആയിട്ട് ഇങ്ങനെ മുറിക്കണം. ഈ ഞെടുമ്പ് കളയരുത് കേട്ടോ. ഇത് ചോറുണ്ണാനും ചപ്പാത്തിക്കും ഒക്കെ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഇതുണ്ട, ഇങ്ങനെ 4ആയിട്ട് നമുക്ക് ഒന്ന് മുറിക്കണേ. കേടുണ്ടോന്ന് നോക്കുകയും വേണം. പിന്നെ നമുക്ക് മസാല അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള കേട്ടോ. എല്ലാം നമ്മൾ മുറിച്ച് വെച്ചു കേട്ടോ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഈ പ്ലേറ്റിന്റെ സൈഡിലോട്ട് തന്നെ ഇട്ടേക്കാവേ. കാശ്മീരി മുളക് പൊടി ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതിന് 1 സ്പൂൺ, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഈ മാങ്ങാപ്പൊടി. മാങ്ങാപ്പൊടി ഇല്ലെങ്കിൽ വാളംപുള്ളിയുടെ വെള്ളം, ഇത് 1/2 സ്പൂൺ ഉണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ. കണ്ടോ, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളേ. എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഓരോ കീറലും എടുക്കണം കേട്ടോ, എല്ലായിടത്തും ആവണം. ഇങ്ങനെ തേച്ച് ഇതിനകത്ത് നല്ല പോലെ പിടിപ്പിച്ച് വെക്കണം. മസാല എല്ലാം ദേ നല്ല പോലെ പുരട്ടി വെച്ചു. ബാക്കി ഇത്രയും മസാല ഉണ്ട്, അത് കളയരുത്, ഇവിടെ ഇരുന്നോട്ട് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലിങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചതാണേ. ഇതിവിടെ ഇരിക്കട്ടെ. വഴുതനങ്ങയൊക്കെ മസാല പുരട്ടി അവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഇച്ചിരി എണ്ണ വേണം കേട്ടോ, ഒരു 1.5 സ്പൂണെങ്കിലും ഒഴിക്കണേ. എണ്ണ ചൂടായപ്പം 2 സവോള അരിഞ്ഞു വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴന്നോട്ടെ. സവോളക്കകത്ത് നമുക്കിപ്പോൾ ഉപ്പ് ചേർക്കരുത്. കാര്യം എന്നാന്നറിയോ? ഇതിനകത്തൊക്കെ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേണ്ട കേട്ടോ. വേണമെങ്കിൽ ഇതെല്ലാം ഇട്ട് സെറ്റായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്തിട്ടുണ്ട്, കൂടിപ്പോകരുതല്ലോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും. ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് വഴുതനങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമല്ലേ കഴിക്കാൻ. സവോള ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ആ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ മസാല ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാവേ. ബാലൻസ് ഇരുന്ന മസാല അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാനാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് പെറുക്കിയിടുന്നത്. നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് വന്നപ്പം കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടാം, വഴുതനങ്ങ എല്ലാം പെറുക്കിയിടാവേ. ചെറു തീയാക്കുക. ഒന്ന് മസാലയൊക്കെ ഒന്ന് അതിൻ്റെ മേളിലോട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് മൂടി വെച്ച് ചെറു തീയിലങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ. സമയം എടുക്കും. ചെറു തീയിൽ പതിയെ ഇതവിടെ ഇരുന്ന് റെഡിയാവട്ടെ. മൂടി വെക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ? ആയിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. നല്ല പോലെ ഈ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ ഇതിലൊന്ന് നല്ല പോലെ സെറ്റായി വഴുതനങ്ങ ഇച്ചിരി കൂടെ ഒന്ന് വേകണം. ആയിട്ടില്ല, മൂടി വയ്ക്കാം.
നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡിയായി. വഴുതനങ്ങ ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ ഒക്കെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഗ്രേവി മാത്രം മതി ചോറിനകത്ത് കുഴച്ച് കഴിക്കാന്. ഇത് ഇന്നുണ്ടാക്കിയാൽ നാളെയും കേടാവത്തില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വഴുതനങ്ങയൊക്കെ അങ്ങോട്ട് നല്ലപോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ ഇനി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാവേ. വഴുതനങ്ങ ഒന്ന് എടുത്തു, കുറച്ച് ഗ്രേവി എടുത്ത്, കണ്ട ഇതൊന്ന് കഴിച്ചു കാണിച്ചു തരണ്ടേ? ഇത്രയ്ക്കും ടേസ്റ്റാ. എടുത്തപ്പോ വലിയ പാത്രമായി പോയി അല്ലേ. ഇത് മൊത്തം ഞാൻ എടുത്തു വെക്കാത്ത എന്നാന്നറിയോ, ഇത് ചട്ടി തന്നെ ഇരുന്ന് കൂടെ ഒന്ന് തണുത്ത് വരുമ്പോൾ ഭയങ്കര ഇതാണ്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇരുന്നാൽ ശരിയാവത്തില്ല. ഇതിൽ തന്നെ ഇരിക്കണം. നാളെയും ഇതുപോലെ തന്നെ ഇരിക്കും, ഒന്നും ആവത്തില്ല കേട്ടോ. ഇത് കണ്ടോ, വഴുതനങ്ങയൊക്കെ അങ്ങോട്ട് നല്ല പോലെ ഇതേന്ന് അങ്ങോട്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തിട്ടില്ലേ, ഒരു വായിക്ക് തന്നെ അങ്ങ് ഇടും. അത്രയ്ക്ക് ഇഷ്ടമാണ്, നല്ല രസമുള്ള. ഇതിന്റെ കൂട്ടത്തില്ലേ ചോറുണ്ണാൻ ഇച്ചിരി നല്ല കട്ട തൈരും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഈ നോയമ്പ് കാലമൊക്കെ ഈസി ആയിട്ട് അങ്ങ് പോകും. കണ്ടോ, അയ്യോ ചൂടാ ചൂടാ. ആ ടാസ്കിന് നിൽക്കണ്ട, ഓരോ പീസായിട്ട് കഴിക്കാല്ലേ. ഭയങ്കര ചൂടാ. പിന്നെ ഞാൻ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നേ, അതിനകത്ത് ഓൾറെഡി ഉപ്പ് ഉണ്ടായിരുന്നു മസാലക്കകത്ത്. അതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ചാ ചേർക്കുന്നതെങ്കിൽ പാകത്തിന് ചേർക്കണം കേട്ടോ ലാസ്റ്റ് ആകുമ്പോൾ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.